മലയാള സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എമ്പുരാൻ സിനിമ. ഒരുപക്ഷെ ശ്രീ കോന്നി ഗോപകുമാർ സിനിമ കണ്ടിട്ടുണ്ടാകാം. സിനിമ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഒക്കെ തന്നെ ഇപ്പോൾ സജീവമായ ചർച്ചയിൽ നിൽക്കുകയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയ വശം ഏത് തരത്തിലാണ് വരുന്നത്? അതോ ഒരു കലയുടെ അംശം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ അങ്ങ് മാറിയിരിക്കുകയാണ്? ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടില്ല. കാരണം കുറച്ച് കാലമായിട്ട് ഈ തല്ലിപ്പൊളി സിനിമകൾ ഞാൻ കാണാൻ പോകാറില്ല. ഒന്ന്, എൻ്റെ പൈസ നഷ്ടപ്പെടും, പിന്നെ രണ്ട്, എൻ്റെ സമയവും പോകും. മലയാളത്തിൽ വളരെ അപൂർവം സിനിമകളെ നല്ലതായിട്ട് വരുന്നുള്ളൂ. കുറേ കാലമായിട്ട് മോഹൻലാൽ എടുക്കുന്ന സിനിമകളൊക്കെ എല്ലാം പൊട്ടിപ്പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് എമ്പുരാനെക്കുറിച്ചുള്ള ഇവരുടെ ഈ പ്രചരണം കേട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച സിനിമയ്ക്ക് പോകുന്നില്ല. കാരണം സിനിമയിലൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞു കേട്ടറിഞ്ഞാണല്ലോ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ ഷോ കൊണ്ട് തീരാവുന്ന ഒരു സിനിമയ്ക്ക് അപ്പുറം ഇതെടുത്തവരെ മാക്സിമം കളക്ട് ചെയ്യാന്നുള്ളതിനപ്പുറത്തും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എമ്പുരാൻ സിനിമ എന്തായാലും ഞാൻ കണ്ടില്ല. പക്ഷേ അങ്ങ് ചോദിച്ചതുപോലെ എമ്പുരാൻ ഒരു രാഷ്ട്രീയമുണ്ട്. ഞാൻ സിനിമയെക്കുറിച്ച് പോകുന്നില്ല. സിനിമയുടെ കണ്ടന്റ് എന്ത് വാങ്ങിക്കട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പിന്നിലുള്ള ചില കാര്യങ്ങളാണ് എന്നെ ഈ ഒരു ചർച്ചയിൽ അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ എടുത്താൽ, ഇപ്പോഴത്തെ സമകാലിക കേരളത്തിലെ ജനങ്ങളെ എടുത്താൽ അവർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, രാജ്യസ്നേഹമുള്ളവർ, രണ്ട്, രാജ്യസ്നേഹം ഇല്ലാത്തവർ. അതിന് ജാതിയും മതമൊന്നുമില്ല. അതാണ് കേരളത്തിലെ ഒരു സ്ഥിതി. അപ്പം രാജ്യസ്നേഹമുള്ളവർ അവർ രാജ്യത്തെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു മറുപടിയില്ല. ഞാനും അങ്ങുമൊക്കെ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അമ്മയുടെ മക്കളായിരുന്നു അമ്മയെ സ്നേഹിക്കുകയാണ്. അമ്മയാണ് നമ്മളെ പ്രസവിച്ചത്, അമ്മയാണ് നമ്മളെ വളർത്തിയത്, അമ്മയുടെ മടിത്തട്ടിൽ കിടന്നാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ റീസണൊന്നും വേണ്ട, ഒരു റീസണും വേണ്ട. പക്ഷേ വെച്ച് വളർത്തിയ അമ്മയെ അനാഥാലയത്തിലാക്കുന്ന മക്കളില്ലേ? ഇപ്പം ടി വി വാർത്ത എടുത്താൽ അമ്മയെ ദേഹോദ്രവം ചെയ്ത, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മക്കളില്ലേ? അപ്പം അമ്മയെ ആയിട്ടാണ് നമ്മൾ രാജ്യത്തെ കാണുന്നത്. അമ്മയായിട്ട് രാജ്യത്തെ കാണുമ്പോൾ ഭാരത മാതാവ് എന്നാണ് പറയുന്നത്. ഞാൻ ഭാരത മാതാവിനെ സ്നേഹിക്കുന്നതിൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇവിടെ എല്ലാവരും രാജ്യത്തിനെ സ്നേഹിക്കണമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അമ്മയെ സ്നേഹിക്കാത്തവരുണ്ട്. അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നതിന് നമുക്ക് റീസണൊന്നുമില്ല. ഒറ്റ റീസൺ, അമ്മയായതുകൊണ്ട് നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത്. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ അമ്മയുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നു. സ്നേഹിക്കാതിരിക്കുന്നതിന് കാരണങ്ങൾ കാണാം. അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ ആരെയാണ് സ്നേഹിക്കുന്നത്? അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കാത്തവർക്ക് അമ്മയോട് സ്നേഹമില്ല, പിന്നെ ആരോടാണ് സ്നേഹമുള്ളത്? മതത്തോടാണ് സ്നേഹം. മതമാണ് വലുത്, പിറന്ന് വളർന്ന നാടല്ല വലുത് എന്ന് വിചാരിക്കുമെന്നവർക്ക് അമ്മയോടുള്ള സ്നേഹം, മതത്തോടാണ് സ്നേഹം. രണ്ടാമത്, അമ്മയല്ല വലുത്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് വലുത് എന്ന് ചിന്തിക്കുന്നവനും അമ്മ രണ്ടാമതായിട്ട് പോകും, രാഷ്ട്രീയ പാർട്ടി ഒന്നാമതായിട്ട് വരും. മൂന്നാമത്, അമ്മയെക്കാട്ടി സ്നേഹിക്കുന്ന പണത്തെയാണ്. അപ്പോൾ പണം കിട്ടിയാൽ അമ്മയെ അനാഥാലയത്തിൽ കളയാനോ അല്ലെങ്കിൽ അമ്മയെ കൊന്നു കളയാനോ ഒന്നും മടിക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ രംഗത്തുള്ളതുപോലെയും കേരള സമൂഹത്തിലുള്ളതുപോലെ രാജ്യത്തെ സ്നേഹിക്കുന്നവരും മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും ഈ സമൂഹത്തിൽ എന്നതുപോലെ നമ്മുടെ സിനിമാ മേഖലയിലുമുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിൽ വന്ന് നമ്മൾ നോക്കുമ്പോഴേ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനാണ്. പൃഥ്വിരാജ് എൻ്റെ വ്യക്തിപരമായ പറയാം, ഞാൻ സിനിമകൾ കാണുന്ന ആളാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു സിനിമാ താരത്തിനെ ആരാധിക്കുന്ന ആളല്ല ഞാൻ. ആ കഥാപാത്രം അവതരിപ്പിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയുന്നതിനപ്പോൾ ഒരു സിനിമാ താരത്തിനോട് ഒരു ആരാധനയും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സിനിമാ താരത്തിനെ നേരിൽ കണ്ട് പരിചയപ്പെടണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടാൽ കൊള്ളാം. നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ എത്രയോ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ ശങ്കരാടി അവതരിപ്പിച്ചിട്ടുണ്ട്, നായകനായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുതിരോട്ടം ബോബു ഇപ്പം ശരിയാക്കി തരാൻ. അപ്പോൾ അവരൊന്നും സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ക്രെഡൻഷ്യൽ നോക്കണം. പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന രാജ്യവിരുദ്ധമായ സമീപനത്തിൻ്റെ കാരണം എന്താണ്? പൃഥ്വിരാജിന് മതം ഒരു തടസ്സമാണ് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മതം ദേശവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കുകയോ ഒരു മതവും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതല്ല കാര്യം. രാഷ്ട്രീയമായിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നീ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ CPM-നോടൊപ്പം ചേർന്ന് നിൽക്കണം. അദ്ദേഹം ഇവരാരോടെയും ചേർന്ന് നിന്നതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, രാഷ്ട്രീയമുണ്ട്. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ തോന്നിയില്ല. അപ്പോൾ പൃഥ്വിരാജിന് താല്പര്യം, അദ്ദേഹത്തിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഞാൻ കരുതുന്നത് മതമല്ല, രാഷ്ട്രീയമല്ല, പണമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഒരു ശരാശരി നടൻ മാത്രമായ അദ്ദേഹം ഒരു ബോൺ ആക്ടറൊന്നുമല്ല. മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്.
മമ്മൂട്ടി കഠിനാധ്വാനം കൊണ്ട് ട്രെയിൻ ചെയ്ത് ആക്ടറായ ആളാണ്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവതരിപ്പിച്ച എത്രയോ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി അവതരിപ്പിച്ച പിന്നെ ലൗഡ് സ്പീക്കർ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് ആ വേറെ അയാളായിട്ടങ്ങ് മാറിയില്ലേ അത് വാത്സല്യം. ഇപ്പോൾ CBI ഡയറക്ടർ പറയുമ്പോൾ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് രണ്ടുപേരാണ്, ഒന്ന് മമ്മൂട്ടിയും മറ്റൊന്ന് സുരേഷ് ഗോപി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർ ഒക്കെ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിച്ച് പോയ അവരുടെ കഥാപാത്രങ്ങളുണ്ട്. അത്തരം ഒരു കഥാപാത്രത്തിനെയും ജനമനസ്സിൽ അവശേഷിപ്പിക്കാൻ കഴിഞ്ഞുള്ള ആളല്ല പൃഥ്വിരാജ്. പിന്നെ ഇപ്പം നമ്മൾ കായംകുളം രാജാക്കന്മാരിൽ ജനക്ഷേമ താല്പര്യമുള്ള ഒരുപാട് രാജാക്കന്മാർ കായംകുളത്തുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ആരുടെയും പേരറിയത്തില്ല. ഈ കായംകുളം രാജാവിൻ്റെ അങ്ങേക്കും അറിയാമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും കായംകുളം രാജാവ് നല്ല രാജാവിൻ്റെ പേര് അങ്ങേക്കറിയാം? ഇല്ല. പക്ഷേ കായംകുളം കൊച്ചിൻ്റെ പേരറിയാം. ഞാൻ പറഞ്ഞത് സിനിമയിൽ നല്ല നടന്മാരൊക്കെ അവഗണിക്കപ്പെടുകയും ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ശരാശരി നടനെ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല രാജാവിനെ നമ്മൾ ഓർക്കുന്നില്ല, കായംകുളം കൊച്ചിനെ നമ്മൾ ഓർക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഈ വിവാദങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്രെഡൻഷ്യൽ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം അവതരിപ്പിക്കാൻ ആദ്യം തയ്യാറായത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിരെയാണ്. 1921 മാപ്പിള ലഹള കാശ് കൊടുത്ത് കാശ് വാങ്ങിക്കൊണ്ട് ചരിത്രകാരന്മാർ കർഷക സമരമായി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ ചരിത്രകാരന്മാരൊക്കെ ഇനി അപഹാസ്യരാകാൻ പോകുന്ന കാലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിൽക്കട്ടെ. ഏറ്റവും ക്രൂരനായ ഒരു കഥാപാത്രം വാര്യൻ കുന്നൻ. അയാളെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താവായി, കർഷക സമരത്തിൻ്റെ വക്താവായി, പാവങ്ങളുടെ പടത്തലവനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നൊരു സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇയാളതിന് തയ്യാറായി. വാര്യൻ കുന്നനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജ് തയ്യാറായത് സൗജന്യമായിട്ടാണോ? എഗ്രിമെൻറ്റിൽ 5 കോടിയാണെങ്കിൽ പുറത്തൂടെ 10 കോടി വാങ്ങിച്ചുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ 25 കോടി വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഇതിന് സൈൻ ചെയ്തത്. എന്തായാലും ആ പ്രോജക്റ്റ് നടന്നില്ല. നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത്ര ഒരു നെഗറ്റീവ് കഥാപാത്രത്തിനെ മഹത്വവൽക്കരിക്കാൻ പൃഥ്വിരാജ് തയ്യാറായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, പണത്തിന് വേണ്ടി ഏത് വേഷം കെട്ടുന്ന ഏതാണ്ടൊരു അധമ അഭിനേതാവിൻ്റെ നിലയിലാണ് പൃഥ്വിരാജ് നിൽക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില നിലപാട് നോക്കണം. CAA സമരം, എന്തിയ CAA സമരം? ആർക്കെങ്കിലും പൗരത്വം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? പൗരത്വം കൊടുക്കണമെന്നല്ലേ CAA സമരത്തിൽ പറഞ്ഞത്? CAA സമരത്തിൽ എത്ര അഭിനേതാക്കന്മാർ പങ്കെടുത്തു? CAA സമരത്തെക്കുറിച്ച് അതൊരു നിയമപ്രശ്നമാണ്. മമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞു? മമ്മൂട്ടി ലോ പഠിച്ച ആളല്ലേ, ലോ കോളേജിൽ പഠിച്ച ആളല്ലേ? മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. മോഹൻലാൽ എന്തെങ്കിലും പറഞ്ഞു? പ്രമുഖരായ ഒരു നടന്മാരും CAA-യെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഇയാളാണ് അതിന് അഭിപ്രായം പറയുന്നത്. പിന്നെ അയാൾ ഇറങ്ങിയത് സേവ് ലക്ഷദ്വീപിന് വേണ്ടിയാണ്. ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന കൊച്ചു ദ്വീപുകൾ മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരന്മാർ മയക്കുമരുന്ന് വ്യാപാരത്തിനായിട്ട് മാറ്റിയിട്ട് കാലം എത്ര എന്നറിയാം. അവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത്. ആളൊഴിഞ്ഞ് ഒരുപാട് ദ്വീപുകളുണ്ട്, 26-27 ദ്വീപുകളൊക്കെ ഉണ്ടോ? ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് ഗവൺമെൻറ് ശക്തമായ നിയമ നടപടി സ്വീകരിച്ചതോടുകൂടി ഈ പരിപാടികളെല്ലാം അവിടെ അവസാനിച്ചു. അപ്പോൾ ഇയാൾ ലക്ഷദ്വീപിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു, മയക്കുമരുന്ന് രോഗിയെ സഹായിക്കാനല്ലേ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിയത്. അപ്പോൾ അതാണ് പിന്നെ അവസാനം വന്നാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വന്ന ഈ തർക്കം. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൊണ്ടുണ്ട്. ഇദ്ദേഹം മുംബൈയിൽ ബാന്ദ്രയിൽ വളരെ കോടികൾ വില കൊടുത്താലും കിട്ടാത്ത സ്ഥലത്ത് ഫ്ലാറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ ഫ്ലാറ്റിന് 100 കോടിയാണെങ്കിൽ 100 കോടി വൈറ്റായിട്ടും 150 കോടി ബ്ലാക്കായിട്ട് കൊടുത്തെങ്കിലേ അത് കിട്ടുകയുള്ളൂ. അവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയാവുന്ന, ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്, മുംബൈയിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അതറിയാം. അത് വാങ്ങിച്ചു. എറണാകുളത്തിനടുത്ത് കടവന്ത്രയിൽ ഒരുപാട് കോടികൾ മുടക്കി അദ്ദേഹം ഒരു വസതി സ്വന്തമാക്കി. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ കാലമായി സിനിമയിൽ നിന്ന് ആർജിച്ച പണമാണ് അവരുപയോഗിക്കുന്നത്. എത്ര കാലമായിട്ട് അവർ ഘട്ടം ഘട്ടമായിട്ടല്ലേ വളർന്നു വന്നത്. അതവരുടെ കഴിവ് കൊണ്ടല്ലേ വളർന്നു വന്നത്. പൃഥ്വിരാജ് എന്ത് കഴിവുള്ള ആളാണ്? അയാളുടെ ശരാശരി നടൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇത്രയും ശതകോടികൾ, അതായത് ഷാരൂഖ് ഖാന് പോലും എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഇദ്ദേഹം പോയി ഈ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പണം എവിടുന്നാണ് വന്നത്? ആലോചിക്കേണ്ട ഒരു വസ്തുതയല്ലേ. ആ പണത്തക്ക അദ്ദേഹത്തിന് ഇത്രമാത്രം പണം കൊടുത്ത് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കത്തക്ക വിധത്തിലുള്ള എന്ത് താരമൂല്യമാണ് പൃഥ്വിരാജിനുള്ളത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് എവിടെ നിന്നോ പണം ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്. പിന്നെ പൃഥ്വിരാജിനെ ന്യായീകരിക്കാൻ എത്തിയത് ആരൊക്കെയാണെന്ന് ആലോചിച്ചു. പൃഥ്വിരാജിനെ ന്യായീകരിക്കാൻ എത്തിയത് ആദ്യം മല്ലികയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ. അമ്മയുടെ മനസ്സ് എനിക്കറിയാം, നമ്മുടെയൊക്കെ അമ്മമാരങ്ങനെ തന്നെയാണ്. മല്ലിക ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ നടത്തിയുള്ളൂ, എൻ്റെ മകനാണ് ശരി, എൻ്റെ മോൻ പറയുന്നതൊക്കെ ശരിയാണ്, ഇന്നലെ വരെ പറഞ്ഞത് ശരിയാ, ഇപ്പോൾ പറയുന്നത് ശരിയാ, നാളെ പറയാൻ പോകുന്നത് ശരിയാ, അവൻ ശരി മാത്രമേ ചെയ്യത്തുള്ളൂ. അത് അമ്മ പറയുന്നത്, അത് നമുക്ക് ഇഗ്നോർ ചെയ്താൽ മതി. സുപ്രിയ മേനോൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് ആളറിഞ്ഞ് കളിക്കട. ഒരു സ്ത്രീയാണ് എഴുതിയിരിക്കുന്നത്, ഓർക്കണം.
ആളറിഞ്ഞ് കളിക്കട എന്ന് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ആരാണ്? കൊട്ടേഷൻ സംഘങ്ങളാണ് അല്ലേ? അതെ. അല്ലാതെ ഏതെങ്കിലും ഒരു ആഭിജാത്യമുള്ള അന്തസ്സുള്ളൊരു സ്ത്രീ ആളറിഞ്ഞ് കളിക്കട എന്നവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു വാചകമാണ് ആളറിഞ്ഞ് കളിക്കട എന്നുള്ളത്. അപ്പം ഈ പൃഥ്വിരാജിൻ്റെ ഭാര്യ ഇവർ സുപ്രിയ മേനോൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി നോക്കുമ്പോഴേ അതൊരു പക്ഷേ ഒരു ജനറ്റിക് പ്രോബ്ലം ആകും, അതല്ലെങ്കിൽ അതിൻ്റെ പെഡിഗ്രിയുടെ പ്രശ്നമാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, മോഹൻലാലിനെ ശക്തമായി വിമർശിച്ചു. മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നില്ലല്ലോ. കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും അധികം അൺപാർലമെൻ്ററി കമൻറ്റുകൾക്കും വിമർശനങ്ങൾക്കും വിധേയനായി വന്നത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും തരംതാണ കമൻറ്റുമായിട്ട് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പെഡിഗ്രിയുടെ പ്രശ്നമാണ്, ഇത് ജനറ്റിക്കിൻ്റെ പ്രശ്നമാണ്. അത് ഒരു സാംസ്കാരികമായ പശ്ചാത്തലം, ഉയർന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ ഉയർന്ന വാക്കുകൾ വായിന്ന് വീഴുകയുള്ളൂ, ഉയർന്ന തരത്തിൽ ചിന്തിക്കാനും കഴിയുള്ളൂ. പിന്നെ ഇവർ BBC BBC ഇറാനിലെ ഷായുടെ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞത് BBC ആണ്. കേരളത്തിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ എത്രയോ കാലമായിട്ട് BBC ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BBCക്ക് ഒരു തോന്നലുണ്ട്, ലോകത്തേത് ഭരണകൂടത്തിനെയും അവർ വിചാരിച്ചാൽ മറിച്ചിടാൻ പറ്റും. അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്ത്യ വന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം നരേന്ദ്രമോദി പറഞ്ഞു. അവസാനം മുംബൈയിൽ ഇവൻ്റെ ആഫീസ് കൂട്ടി സീലും ചെയ്ത് ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു മനോരമയാണ് ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോൾ BBCക്ക് മനസ്സിലായി ഇവിടെ ഒരു പുല്ലും ഇല്ലെന്ന്. ഇന്ത്യയെ BBC ഒക്കെ അടിച്ച് വിളയി കളഞ്ഞാലൊന്നും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. 2014 തൊട്ട് ഈ മാധ്യമങ്ങളോടൊക്കെ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ഒരു ഗവൺമെൻറ്റിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെയൊന്നും ഔദാര്യത്തിലും ഇവൻ്റെയൊന്നും ടിപ്പും വാങ്ങിച്ച് ഭരിക്കുന്നൊരു പ്രധാനമന്ത്രിയല്ല രാജ്യത്തുള്ളത്. അപ്പോൾ BBC വന്ന ഈ സുപ്രിയ മേനോൻ, ഞാൻ പറഞ്ഞത് സോറസിൻ്റെ കയ്യിൽ നിന്നും രാഹുൽ ഗാന്ധി പണം വാങ്ങിച്ചിട്ടില്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ സോറസിൻ്റെ പേറോളിലുണ്ട്. ഷീ ജിൻപിങ്ങിൻ്റെ നിന്ന് പണം വാങ്ങിച്ചില്ലേ രാഹുൽ ഗാന്ധി? സക്കീർ നായിക് വിവാദ മതപ്രചാരകനായ മതപ്രസംഗകന് സക്കീർ നായിക്കിൻ്റെ നിന്ന് പണം വാങ്ങിച്ചില്ലേ? അപ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ഈ പണം ഇവിടെ എത്തിയിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞത്, സുപ്രിയയുടെ ലിങ്കും ബന്ധങ്ങളും വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. അപ്പം ഒരു ആഢ്യത്വമുള്ള കുലീനത്വമുള്ള സംസ്കാരമുള്ള ഒരാൾ ഇങ്ങനെ പറയില്ല. പക്ഷേ ഭാര്യാഭർത്താക്കന്മാർ ചേർന്ന് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്, മെയ്ഡ് ഫോർ ഈച്ച് അതർ. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രയോഗമാണ്, ഈനാമ്പേച്ചിക്ക് വരപ്പെട്ട് കൂട്ട്. അതാണ് ഈ കാണുന്നത്, അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുപ്രിയമ്മയുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വിട്ടുപോയി. അവർ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യത്തിലാണ് സുപ്രിയ പൃഥ്വിരാജിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഇതുപോലെ സംസാരിക്കുന്ന ആളില്ലെന്നാണ് പറഞ്ഞത്. അത് സുപ്രിയമ്മയുടെ ഒന്ന് റാങ്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ പൃഥ്വിരാജ് സുകുമാരൻ, രണ്ടാമത് വില്യം ഷേക്സ്പിയർ, മൂന്നാമത് വില്യം ബേർഡ്സ്വർത്ത്, നാലാമത് കീറ്റ്സ് വാരണ്ടൊക്കെ ഉണ്ട്. അതാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിത് ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചപ്പോഴേ അവരുടെ ഭർത്താവിൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് ബാംഗ്ലൂരിൽ പോയപ്പോഴേ ഒരു അങ്ങോട്ട് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. വന്നപ്പോഴേ ഒരു ടാക്സി വിളിച്ചു പോയി, ഞങ്ങളെല്ലാം സുഹൃത്തുക്കളെല്ലാം. അപ്പോൾ ടാക്സിക്കാരനോട് ഇംഗ്ലീഷ് ഞങ്ങൾ പറഞ്ഞു. അവൻ നല്ല മനോഹരമായ ഇംഗ്ലീഷ് ഞങ്ങൾ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് നോക്കി. നല്ല ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ കേരളത്തിൽ അത്ര മനോഹരമായിട്ട് സംസാരിക്കില്ല. അപ്പോൾ നല്ലൊരു സംസാരിച്ചു. അപ്പം ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, സാറേ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് പോയാൽ മതി, അങ്ങോട്ട് പോകണം, അത് ഇപ്പുറത്ത് വരണം എന്നൊക്കെ ചോദിച്ചു. നല്ല മലയാളം. ഞാൻ ചോദിച്ചാൽ മലയാളിയാണ്. അല്ല സാറേ ഞാൻ കന്നഡക്കാരനാണ്. പിന്നെ മലയാളം എങ്ങനെ അറിയാം? മലയാളി സംസാരിക്കാൻ വലിയ പ്രയാസമാണ്, മനോഹരമായിട്ട്. അവനും ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി അനായാസമായിട്ട് അവൻ സംസാരിക്കുന്ന ഒരാളാണ്. കണ്ട പൃഥ്വിരാജിനേക്കാളും സുന്ദരനുമാണ്. ഒരു 32-33 വയസ്സിൽ കൊണ്ടൊന്നും ഇല്ലാത്ത നല്ല ആഠ്യത്വമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവനെ മറക്കത്തില്ല. അവൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു വെച്ച് എൻ്റെ ഇന്ന് ഇവിടുന്ന് പോയി ഒരു കഷ്ടമായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുപ്രിയ മാഡം മനസ്സിലാക്കേണ്ടത്, ഞാൻ നമ്മുടെ രാജ്യത്ത് സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയാം, ബാംഗ്ലൂരിലെ ടാക്സി ഡ്രൈവറുടെ താഴെ മാഡത്തിൻ്റെ ഇംഗ്ലീഷ് വിജ്ഞാനമുള്ള ഈ പൃഥ്വിരാജിനെ കാണുന്നുള്ളൂ. ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞുകൊണ്ടൊന്നും ഒരാളുടെ സംസ്കാരം വരത്തില്ല. ഇപ്പോൾ സുകുമാരൻ്റെ മകനായതുകൊണ്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളത് കൊണ്ടോ ഒന്നും ഒരാൾ വലിയൊരാളായിട്ട് വരും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇപ്പോൾ എമ്പുരാൻ വിവാദത്തെക്കുറിച്ച് അങ്ങ് ചോദിച്ചു. എമ്പുരാൻ്റെ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മാനം കൈവന്നിട്ടുണ്ട്. സ്വാഭാവികമായും എല്ലാ മന്ത്രിമാരും പോയി എമ്പുരാൻ കണ്ടു. അവരൊക്കെ അനുകൂലമായിട്ട് എമ്പുരാൻ സെൻസർ ചെയ്യാൻ പാടില്ല, ഇനി വീണ്ടും ഒരു സെൻസറിങ്ങിന് വിധേയമാക്കരുത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ അഭിപ്രായത്തിലാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. സെൻസർ ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ സെൻസർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ അവകാശമല്ലേ?
അതിന് കുഴപ്പമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ ഞാൻ ആ തരത്തിൽ കാണുന്നു. പക്ഷേ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രത്യേകം എടുക്കുന്നു. അതാരും മറ്റാരുടെയല്ല, സഖാവ് മിലിത്തിയോസിൻ്റെയാണ്. സഖാവ് മിലിത്തിയോസിനെ അറിയാമായിരിക്കുമല്ലോ. തൃശ്ശൂരുള്ള സഖാവാണ് മിലിത്തിയോസ്. ഓർത്തഡോക്സ് സഭയുടെ കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കാണ്, ഗാന്ധിജിയെ കൊന്നു, ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു. ഇതാണ് സഖാവ് മിലിത്തിയോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പൊളിറ്റീഷ്യനും പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടില്ല, വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എത്ര ഗംഭീരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സഖാവ് മിലിത്തിയോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിലിത്തിയോസ് സഖാവിനെ സത്യം പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവാക്കണം. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു. അത് തീരുമാനം എടുക്കേണ്ടവരാണ്. എനിക്ക് ആഗ്രഹിച്ചുകൂടെ മിലിത്തിയോസ് അവിടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹിക്കാമല്ലോ. മിലിത്തിയോസിൻ്റെ തീരുമാനം എടുക്കാം. അങ്ങനെ വന്നാൽ അതൊരു മുതൽക്കൂടാണ്. അതല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ജയറാം രമേശിൻ്റെ അടുത്തിരുത്താൻ പറ്റുന്ന ഒരാളാണ്. അത്യാവശ്യം ഇവരൊക്കെ പറയുന്ന ഒരാളാണ് ജയറാം രമേശ്. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാം. ഇവരാർക്കും വേണ്ടായെങ്കിലും മിലിത്തിയോസിനെ മാവോവാദികളെങ്കിലും ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു വിപ്ലവ വീര്യം ജ്വലിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ മിലിത്തിയോസ്. സാധാരണത്തിൽ ഞാൻ ക്രിസ്ത്യൻ കോളേജിലും സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന ആളാണ്. ഞാൻ ക്രൈസ്തവ പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ പിതാവ്, അച്ഛൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വിളിക്കുന്നത്. അത് 100% മനസ്സിൽ കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. ഈ മിലിത്തിയോസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഈ മനുഷ്യൻ എനിക്ക് ബഹുമാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാനെന്തിനാ ബഹുമാന്യനായ മിലിത്തിയോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബഹുമാന്യനായിട്ട് തോന്നുന്നില്ല. അതായത് നല്ല പുള്ളിയുള്ള ഒരു നൈറ്റി എടുത്തിട്ടാൽ പരിശുദ്ധ പിതാവാകും. പരിശുദ്ധ പിതാവാകണമെങ്കിൽ അതിൻ്റേതായ അന്തസ്സ് വേണം, ആഭിജാത്യം വേണം, കുലീനത്വം വേണം. സംസാരിക്കുമ്പോൾ ആളെ വ്യക്തമായി സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണം. തരംതാണ സംസാരിക്കുന്ന മിലിത്തിയോസിനെ അഭിവന്ദ്യ പിതാവെന്ന് പറയാൻ എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് സഖാവ് മിലിത്തിയോസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ ഇതാണ് ഈ രാഷ്ട്രീയമാനം ഞാൻ കാണുന്നത്. പക്ഷേ ഇതിലൊക്കെ രസകരമായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ സിനിമ സെൻസർ ചെയ്താരാണ്? ഈ സിനിമ സെൻസർ ചെയ്ത് സെൻസർ ബോർഡിൽ 3 രാജ്യസ്നേഹികളുടെ അറിയാമല്ലോ, 3 രാജ്യസ്നേഹികൾ. ഈ 3 രാജ്യസ്നേഹികളുടെ സഹധർമ്മിണിമാരവിടെ ഉണ്ടായിരുന്നു ഈ സിനിമ കാണാൻ. 3 പേരുടെ ഭാര്യമാർ, 3 പേരും BJP നേതാക്കന്മാർ, രാജ്യസ്നേഹം ജ്വലിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു. 2 രാജ്യസ്നേഹികൾ നേരിട്ട് വന്നു. ഒരു തപസ്യയിലെ രാജ്യസ്നേഹി, വേറെ കണ്ടു വന്നൊരു രാജ്യസ്നേഹി. ഈ 5 രാജ്യസ്നേഹികളെ കണ്ടിട്ട് ഇവർക്കിതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായില്ല, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡയലോഗ് അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹതപിക്കാതെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന ആളുകളെ ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചാൽ അതിന് വില കൊടുക്കേണ്ടി വരും എന്ന് BJPയെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ എമ്പുരാൻ വിവാദം. ഈ എമ്പുരാൻ വിവാദത്തിൽ ഇത്രമാത്രം കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദികൾ അത് സെൻസറിങ്ങിനായി കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടോ നിശബ്ദത പാലിച്ച, ദുരൂഹമായ സാഹചര്യത്തിൽ നിശബ്ദത പാലിച്ച ഈ സെൻസർ ബോർഡ് അംഗങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് CPM എടുത്ത നിലപാടിനോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. കോൺഗ്രസ് അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. ലീഗ് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ വിട്ടപ്പോൾ ആ കമ്മിറ്റിയിൽ പോയിരുന്ന് കണ്ണടച്ച് സിനിമ കാണുമോ, അല്ലെങ്കിൽ സിനിമ കണ്ടപ്പോൾ ഉറങ്ങുമോ, അതല്ലെങ്കിൽ വേറെങ്കിലും താല്പര്യത്തിൽ അത് സെൻസർ ചെയ്ത അയച്ച 5 ആത്മാക്കൾക്ക് നല്ല നമസ്കാരം എന്ന് മാത്രമേ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.